നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കുന്നത് അവിടെ സോട്ട് അനാലിസിസ് വീഡിയോ സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമ്മൾ PBKസിനെയും KKRനെയുമാണ് പരിശോധിക്കുന്നത്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെട്ട്. സോട്ട് നമ്മൾ ചുരുക്കത്തിൽ ശക്തി ദൗർബല്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ PBKസിൽ തുടങ്ങാം. PBKസിൻ്റെ സ്ക്വാഡ് കഴിഞ്ഞ തവണത്തെ സ്ക്വാഡ് ഏതാണ്ട് അതുപോലെ നിലനിർത്തി ചെറിയ ചില മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയത്. ബാറ്റേഴ്സായിട്ട് സ്ക്വാഡിലുള്ളത് ഹർനൂർ സിംഗും നെഹാൽ വധേരയും പ്രിയാൻ ഷാരിയും പൈല അവിനാഷും ശ്രേയസ് അയ്യരുമാണ്. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് പ്രഭ്സിമ്രാൻ സിംഗും വിഷ്ണു വിനോദുമുണ്ട്. ഓൾറൗണ്ടേഴ്സായിട്ട് അസ്മത്തുള്ള ഒമർസായി, ബെൻ ഡോർഷീസ്, കൂപ്പർ കനോലി, ഹർപ്രീത് ബ്രാർ, മാർക്കോ യെൻസന്, മാർക്കസ് സ്റ്റോയിനിസ്, മിച്ചലോവൻ, മുഷീർ ഖാൻ, ശശാങ്ക് സിംഗ്, സൂര്യാൻ ഷഡ്ഗെ. സ്പിന്നേഴ്സായിട്ട് പ്രവീൺ ദ്യൂബെ, യശ്വേന്ദ്ര ചാഹൽ, അതുപോലെ തന്നെ വിശാൽ നിഷാദ്. ഫാസ്റ്റ് ബോളേഴ്സായിട്ട് ഹർഷ്ദീപ് സിംഗ്, ലോക്കി ഫെർഗൂസൻ, വിജയ്കുമാർ, വൈശാഖ്, സാവിർ ബാറ്റ്ലറ്റ്, യാഷ് താക്കൂർ എന്നിവരാണുള്ളത്. അപ്പോൾ ഈ സ്കോഡ് നോക്കുമ്പോഴുള്ള ഗുണം എന്താ? കഴിഞ്ഞ തവണത്തെ ആ ശക്തമായ സ്കോഡ് അതുപോലെ തന്നെ അവിടെയുണ്ട്. കഴിഞ്ഞ തവണ ഫൈനലെത്തിയ ടീമാണ്. ആ കോർ അവിടെ നിലനിർത്തി എന്നുള്ളത് ഇത്തവണ അവർക്ക് ഗുണം ചെയ്യും. കൂടാതെ അവർ ഓപ്ഷനിലൂടെ അവർ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ചില താരങ്ങളുണ്ട്. ബെൻ ഡോർഷീസിനെ 4.4 കൂടി കൊടുത്താണ് കൊണ്ടുവന്നത്. സോ അദ്ദേഹത്തിന് ലെഫ്റ്റ് ആം പേസ് ബൗളിങ് തീർച്ചയായിട്ടും ടീമിന് ഗുണം ചെയ്യും. അത് അവരെ ശക്തിപ്പെടുത്തുന്നു. പിന്നെ ഓവർസീസ് ബാറ്റിംഗ് പവർ ഇപ്പോൾ കൂപ്പർ കനോലിയെ കൂടി കൊണ്ടുവന്നു. ഒന്നുകൂടി അവർക്ക് ഗുണം ചെയ്യുകയാണ്. കൂപ്പർ കനോലി ഓൾറൗണ്ടറായിട്ട് കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റും. അതെന്തായാലും ടീമിന് ഏറെ ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. ഓൾറെഡി അവരുടെ ഈ പറയുന്ന ഓൾറൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്തതാണ്. മാർക്കസ് സ്റ്റോയിനിസ് അവിടെയുണ്ട്, മിച്ചൽ ഓവൻ അവിടെയുണ്ട്, മാർക്കോ യെൻസൻ ഇപ്പോൾ വേറെ ലെവലിലേക്ക് മാർക്കോ യെൻസൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി നോക്കും. അപ്പോൾ ഈ വിദേശ താരങ്ങളുടെ ഒക്കെ ഹിറ്റിംഗ് പവർ അവർക്ക് ശക്തി പകരുന്ന ഒന്നാണ്. പിന്നെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാം. യശ്വേന്ദ്ര ചാഹലാണ് മെയിൻ. പിന്നെ പ്രവീൺ ദ്യൂബയുണ്ട്. കൂടാതെ വിശാൽ നിഷാദിനെ കൊണ്ടുവന്നു. ചെറിയ തുകക്കാണ് കൊണ്ടുവന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ മിസ്റ്ററി സ്പിന്ന് വർക്ക് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിഡിൽ ഓവേഴ്സിൽ വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടീമിൻ്റെ ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പഴയ ആ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ അവിടെയുണ്ട്. ശ്രേയസ് അയ്യരുടെ നേതൃത്വവുമുണ്ട്, റിക്കി പോണ്ടിങ്ങിൻ്റെ തന്ത്രങ്ങളുമുണ്ട്. എല്ലാം ചേരുമ്പോൾ ശക്തമാണ്. അത് തന്നെയാണ് അവരുടെ സ്ട്രെങ്ത്ത്. കൺസേൺസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ഇന്ത്യൻ ബാറ്റർ കൂടി അവർക്ക് ടാർഗറ്റ് ചെയ്യാമായിരുന്നു. കുറച്ചുകൂടി ഫയർ പവറും ബാറ്റിംഗ് ലൈനപ്പിന് ഒരു ബാലൻസും അതിലൂടെ ലഭിക്കുമായിരുന്നു. അതാണ് ഒരു കൺസേൺ എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യം. ചെറിയ ചെറിയ കൺസേൺസ് ഉണ്ട് എന്നതൊഴിച്ചാൽ സ്ക്വാഡ് ബാലൻസ്ഡ് ആണ് എന്ന് പറയേണ്ടി വരും. അതാണ് അവരുടെ ഒരു സ്ട്രെങ്ത്തും. ഒരു ബാലൻസ്ഡ് സ്ക്വാഡ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ സ്ട്രെങ്ത്തായിട്ട് നമുക്കിപ്പോൾ ഇവിടെ എടുത്ത് പറയാൻ പറ്റുക. അതേസമയം KKRൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അവരുടെ സ്ക്വാഡ് ഇങ്ങനെയാണ്. ബാറ്റേഴ്സായിട്ട് അജിങ്ക്യ രഹാനെ, അങ്കരീഷ് രഘുവൻഷി, മനീഷ് പാണ്ഡെ, രാഹുൽ ത്രിപാഠി, റിങ്കു സിംഗ്, റൗമൻ പവൽ. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ഫിനാലൻ, തേജസ്വി ദാഹിയ, ടിം സിഫേർട്ട്. ഓൾറൗണ്ടേഴ്സായിട്ട് അനുകുൽ റോയി, ക്യാമറൻ ഗ്രീന്, ദക്ഷ് കമ്ര, ദെൻ രമൺദീപ് സിംഗ്, രജിൻ രവീന്ദ്ര, സാർത്ഥക് രഞ്ജൻ, സുനിൽ നരേൻ. സ്പിന്നേഴ്സായിട്ട് പ്രശാന്ത് സോളങ്കി, വരുൺ ചക്രവർത്തി. ഫാസ്റ്റ് ബോളേഴ്സായിട്ട് ആകാശ് ദീപ്, ഹർഷിത് റാണ, കാർത്തിക് ത്യാഗി, മദീഷ പതിരാന, മുസ്തഫീസുർ റഹ്മാൻ, ഉമ്രാൻ മാലിക്, വൈഭവ് അറോറ. വലിയ ഒരു തുകയും കൊണ്ട് ഓപ്ഷനിൽ എത്തിയിട്ട് അവർ പറ്റാവുന്ന ഹോൾസൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ക്യാമറൻ ഗ്രീൻ ഒരു മാർക്കി സൈനിങ് അവർ നടത്തി. അത് ടീമിന് തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ വാല്യൂ കൊടുക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് അവരുടെ ഒരു സ്ട്രെങ്ത്ത്. ഈ ഒരു ഓപ്ഷൻ അവർ കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് അത് ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ എക്സ്പ്ലോസീവ് ഓപ്പണിംഗ് അവരുണ്ടാക്കി. ആദ്യം അവരുടെ വിക്കറ്റ് കീപ്പേഴ്സിനൊക്കെ അവർ ഒഴിവാക്കി. ഓപ്പൺ ചെയ്യുന്ന തരത്തിലുള്ള താരങ്ങൾ അവർ ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ ടിം സിഫേർട്ടിനെയും ഫിൻ ഹാൻലിനെയും കൊണ്ടുവന്നതോടുകൂടി അഗ്രസീവ് ഓപ്പണിംഗ് കോമ്പിനേഷൻസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. മൾട്ടിപ്പിൾ കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. വേണമെങ്കിൽ സുനിൽ നരേൻ ഓപ്പൺ ചെയ്യിക്കാം, കൂടെ ടിം സിഫേർട്ടോ ഫിൽ ഹാനലോ ആരെങ്കിലുമൊക്കെ ഇറങ്ങാം, അല്ലെങ്കിൽ അജിങ്ക്യ രഹാനെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു എക്സ്പ്ലോസീവ്നെസ് തീർച്ചയായിട്ടും ടോപ്പ് ഓർഡറിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡെത്ത് ബൗളിംഗ് ആണ് അവർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തെന്ന് തോന്നുന്നു. അത് ഒരു സ്ട്രെങ്ത് എന്ന് പറയാൻ മദീഷ പതിരാനെ കൊണ്ടുവന്നു, മുസ്തഫീസുർ റഹ്മാനെ കൊണ്ടുവന്നു. അപ്പോൾ ഡെത്ത് ബൗളിംഗ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ബാറ്റിംഗ് ഡെപ്ത് ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. രാഹുൽ ത്രിപാഠി, തേജസ്വി സിംഗ് തുടങ്ങിയവരെ കൊണ്ടുവന്നു. ഓൾറെഡി നമുക്കറിയാം അവിടെ ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു നിരയുണ്ട്. അജിങ്ക്യ രഹാനെയും അങ്കരീഷ് രഘുവൻഷിയും മനീഷ് പാണ്ഡെയും ഒക്കെ റിങ്കു സിംഗും ഒക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ താരങ്ങളെ കൂടി കൊണ്ടുവരുമ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് ഡെപ്ത് ഒന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ട്.
കൺസേൺ എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻസി. ഇപ്പോൾ അജിങ്ക്യ രഹാനെ ഇപ്പോഴും IPL-ലും T20-യിലൊക്കെ അതേ നിലവാരത്തിൽ കളിക്കാൻ പറ്റുന്ന ആളാണെന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹമാവുമോ ക്യാപ്റ്റൻ? അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ സ്ഥിരമായിട്ട് കളിപ്പിക്കേണ്ടി വരും. എന്ത് സംഭവിക്കുമെന്നുള്ളത് ഒരു കൺസേൺ ആണ്. അതൊരു ത്രെട്ടായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ സ്ലൈറ്റ്ലി ലിമിറ്റഡ് ഇന്ത്യൻ ഫയർ പവർ ടോപ്പ് ഓർഡറിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അതപ്പം നോക്കി നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ ഓവർസീസ് ബാറ്റേഴ്സിന് കൂടുതലായിട്ട് ഒരു പ്രഷർ വരും, അവരെ റിലേ ചെയ്യേണ്ടി വരും തുടക്കത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള 1-2 പ്രശ്നങ്ങൾ അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും കൃത്യമായി കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഓപ്ഷൻ തന്നെയാണ് അവർ നടത്തിയത്. പക്ഷേ ഇങ്ങനെയുള്ള ചില മൈനർ കൺസേൺസ് ഉണ്ട്. അത് ഒഴിവാക്കിയാൽ സ്ക്വാഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് സ്ക്വാഡാണ് എന്ന് പറയേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോസ് ആയിരിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.